കല്ലടയാറ്റിൽ വീട്ടമ്മയുടെ അത്ഭുതകരമായ രക്ഷപ്പെടൽ. ഞാങ്കടവ് പാലത്തിൽ നിന്നും ശ്യാമും കൂട്ടുകാരും പകർത്തിയ വീഡിയോ കാണുക. നമ്മളിവിടെ ഇന്നലെ മഴ പെയ്തുകൊണ്ട് ഇപ്പം ആറ്റില് വെള്ളം കൂടിയൊന്ന് നോക്കാൻ വേണ്ടി വന്നതായിരുന്നു. അപ്പം 11 മണിയായ സമയമായപ്പോഴാണ് മുകളിൽ നിന്നൊരു ബോഡി ഇങ്ങനെ ഒഴുകി വരുന്നത് കണ്ടത്. നമ്മൾ വിചാരിച്ചു മരിച്ച ആരുടെങ്കിലും ബോഡി ആയിരിക്കും എന്ന് കരുതിയാണ് നമ്മൾ നോക്കിയത്. നമ്മളപ്പോഴേ അതിൻ്റെ ഒഴുകി പോയതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളതിൻ്റെ ഫോട്ടോ എടുത്തായിരുന്നു. എടുത്തപ്പോഴത്തേക്ക് താഴെ വന്നപ്പോഴത്തേക്ക് ബോഡി നല്ല ഒഴുക്കിലങ്ങ് താഴേക്ക് പോവുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞ് താഴേക്ക് പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ അപ്പം തന്നെ ഒരു 10-15 മിനിറ്റ് തന്നെ പോലീസ് സ്റ്റേഷൻ വിളിച്ച് പറഞ്ഞായിരുന്നു. അതുകഴിഞ്ഞിട്ട് പോലീസുകാരോട് വന്നിട്ട് നമ്മളോട് കാര്യങ്ങളെല്ലാം ചോദിച്ചു, അവർക്ക് ഫോട്ടോയെ കാണിച്ചു കൊടുത്തു. അങ്ങനെയാണ് പോലീസുകാർ ഇവിടുന്ന് പോയത്. ഇത്രയും പാലം കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ഒഴുക്കായപ്പോഴത്തേക്ക് നടുക്കൂടെ നല്ല ശക്തിയായിട്ട് ഒഴുക്കി താഴേക്ക് പോവുമായിരുന്നു. പോലീസുകാരോട് നമ്മൾ എല്ലാം പറഞ്ഞു കൊടുത്തു. അത് അതിന് ശേഷം പിന്നാണ് വൈകിട്ടാണ് അറിയുന്നത് ഇങ്ങനെ അമ്മയെ ജീവനോടെ കിട്ടിയെന്ന് നമ്മൾ വൈകുന്നേരമാണ് അറിയുന്നത്. വൈക്ക് വന്നപ്പം ഒഴുകിയിരുന്നുണ്ട്. അപ്പൊ ഫോട്ടോ എടുത്ത് നിങ്ങൾ അന്നേരം പോലീസിനെ അറിയിച്ചുകൊണ്ട് ഇവിടെ അല്ലേ? അതെ, നമ്മള് പിന്നെ വിചാരിച്ചു വല്ല മാൻ മിസ്സിങ്ങോ വല്ലതും ഉണ്ടെങ്കിൽ പോലീസുകാർക്ക് സഹായമായിട്ടെന്ന് വിചാരിച്ചാണ് പോലീസ് സ്റ്റേഷൻ വിളിച്ച് പറഞ്ഞത്. ഒരു ബോഡി ഇങ്ങനെ പോകുമ്പോ നമ്മള് വിളിച്ച് പറയാന്ന്. എത്ര മണിക്കായിരുന്നു? 11 മണിക്ക്. 11 മണിക്ക് അന്നേരം തന്നെ പോലീസ് എത്തുകയും ചെയ്തു. പോലീസ് ഒരു 10 മിനിറ്റ് ഇതായി കാണും. പോലീസ് എത്തി പോലീസുകാരോട് കാര്യമെല്ലാം പറഞ്ഞു. അവർക്ക് ഫോട്ടോ എല്ലാം കാണിച്ചു കൊടുത്തു. നമ്മൾ പറഞ്ഞ് താഴോട്ട് പോയിട്ടുണ്ട്. അപ്പൊ അവര് താഴെ ഉള്ള കടവിലൊക്കെ നോക്കാമെന്ന് പറഞ്ഞ് പോയായിരുന്നു പോലീസ്. വൈകുന്നേരം പിന്നെ നമ്മൾ അറിഞ്ഞില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് 4 മണിയായപ്പം സ്റ്റേഷന് SI ആണ് വിളിച്ചു പറഞ്ഞത്, ഇങ്ങനെ കിട്ടി, കുഴപ്പങ്ങളൊന്നുമില്ല, ജീവനുണ്ടായിരുന്നു. നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ കാരണം ഇത്രയും ഒഴുക്കിനകത്ത് വരുന്നോണ്ട് തന്നെ ഇതൊരു ബോഡി കിടക്കുന്ന പോലെ, ജീവനില്ലാതെ കിടക്കുന്ന പോലെയാണ് നമുക്ക് തോന്നിയത്. അതെ, നിങ്ങളിത് കണ്ടപ്പോ എന്തോ? നമ്മള് സ്ഥിരമായിട്ട് കണ്ടിട്ടുണ്ട്, അല്ലാതെ തന്നെ നമ്മൾ അതിന്റെ അവിടെ കിടക്കുന്നോണ്ട് കണ്ടിട്ടുണ്ട്. ഇല്ല, നമ്മള് കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ആറ്റി വീണ് മരിക്കുന്ന ഒരാളെന്ന് വെച്ചാൽ കമഴ്ന്നേ കിടക്കത്തുള്ളൂ. അപ്പോഴും നമുക്കൊരു സംശയം ഉണ്ടായിരുന്നത്, ഇങ്ങനെ വളർന്നു കിടക്കുമ്പോൾ നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു ഇതെങ്ങനെ. അപ്പം പിന്നെ നമുക്ക് ഓരോ സംശയങ്ങൾ, ഇത് എങ്ങനെ മരിച്ചതാ അല്ലെങ്കിൽ എന്തോ. നമ്മള് മരിച്ച ഒരാളാണ് കരുതുന്നത്. നമ്മൾ ജീവനുണ്ടെന്ന് നമുക്ക് സ്വപ്നത്തിൽ പോലും നമ്മൾ വിചാരിക്കുന്നില്ല. കാരണം വെച്ചാൽ ഇത് ഇങ്ങനെ ഒഴുകി വരികയല്ലേ, ഈ ഒഴുക്കിനകത്ത് ഒഴുകി വരുന്നു, താഴേക്ക് പോകുന്നു. ജീവനുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് രക്ഷിക്കാനുള്ള എന്താ വെച്ചാൽ ചെയ്യായിരുന്നു. എന്തെങ്കിലും നമ്മളെ ആൾക്കാരെ വിളിച്ചാലും എന്തെങ്കിലും ചെയ്തേനെ. കാരണം ഒരു 2 വർഷം മുമ്പ് ഒരു പുള്ളി ഈ ആറ്റിന്റെ പാലത്തിന്റെ മേലിൽ നിന്ന് ചാടി നമ്മൾ താഴെ നിന്ന് പിടിച്ചു കയറ്റിയതാണ്, രക്ഷപ്പെടുത്തിയതാണ്. അന്ന് ഞാനും ഞങ്ങൾ അച്ഛനോട് അവിടെ താഴെ ഉണ്ടായിരുന്നു. അങ്ങനെ നീന്തി ഇറങ്ങി രക്ഷപ്പെടുത്തി. ആറ്റുശ്ശേരി സ്വദേശിയായിരുന്നു പുള്ളി, രക്ഷപ്പെടുത്തിയതായിരുന്നു. അതിന് മുമ്പിട്ട് ഇവിടെ ഒരാളെ ചാടി രക്ഷപ്പെടുത്തി. ആൾക്കാർ ഇവിടെ വന്ന് ചാടുന്ന ആൾക്കാരൊക്കെ നമ്മൾ കാണുമെന്ന് രക്ഷപ്പെടുത്തുന്നതാണ്. ബോഡിയാണെന്ന് വിചാരിച്ചാണ് നമ്മള് പിന്നെ നമ്മൾ അപ്പോഴേ തന്നെ പോലീസിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു.